കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കാണാനായിട്ടാണ് നമ്മളിന്ന് പോണത്. കൊല്ലത്താണ്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പം വരുന്നവർ കുറച്ച് രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരാനായിട്ട് നോക്കുക. വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിക്കൊക്കെ ശേഷം അവിടെ എത്തത്തക്ക രീതിയിൽ ഇറങ്ങിയാൽ മതി. തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കിളിമാനൂർ ആയൂർ റൂട്ട് വഴി പുനലൂർ എത്തിയാൽ മതി. അതല്ല നമ്മൾ കൊല്ലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊല്ലം കൊട്ടാരക്കര ടു പുനലൂർ പോകുന്ന ബസ് റൂട്ടുണ്ട്, ആ റൂട്ട് വഴിയും വരാം. അതല്ല അടൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അടൂർ പത്തനാപുരം വഴിയും പുനലൂർ നമുക്ക് എത്താൻ പറ്റും. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിനകത്തോട്ട് വരുന്ന വഴി കൂടുതലും ഫോറസ്റ്റിനകത്തോട്ട് തന്നെ ആയിരിക്കും നമ്മൾ വരുന്നത്. കാരണം ഇത് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പലയിടങ്ങളിലായിട്ട് ഇതുപോലെയുള്ള കുരങ്ങന്മാരെ കാണാൻ പറ്റും. വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവർ അടുത്തെത്തും, ശല്യപ്പെടുത്തും. ഡോർ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്ത് ചാടിക്കയറാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ വണ്ടി ഉള്ളിലാണ് പാർക്ക് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നടന്നാണ് പോവേണ്ടത്. ഡാമിൻ്റെ അടുത്തേക്ക് വണ്ടി വിടില്ല. അപ്പം ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്ററെങ്കിലും നമ്മൾ നടക്കണം. മിക്ക സ്ഥലങ്ങളും തേരിയാണ്. അപ്പം ഞാൻ പോയ സമയത്ത് അവിടെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. കാരണം ഇത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പല രീതിയിലുള്ള റെനോവേഷൻസ് ഇവിടെ നടത്തുന്നുണ്ട്. പല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യമായിട്ടുള്ള റെനോവേഷൻ തന്നെ നടത്തുന്നതായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നടന്നു പോകാനുള്ള വഴികളായിരുന്നാലും പുതിയ രീതിയിലുള്ള ഷോപ്പുകൾ, എനിക്ക് തോന്നുന്നു ഇതിനകത്തും ഷോപ്പുകളൊന്നുമില്ല. അപ്പം പല രീതിയിലുള്ള ഷോപ്പ്, ഫൗണ്ടെയിൻസ്, ആൾക്കാർക്ക് വന്ന് ഇരിക്കാനായിട്ടും റെക്രിയേഷനൊക്കെ ഉള്ള സംഭവങ്ങൾ, അതെല്ലാം ഞാൻ പോയ സമയത്ത് ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടേക്കുന്നതാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഡാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് പേരെങ്കിലും ഇതിനകത്ത് തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമുണ്ട്. അപ്പോൾ അതും ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതായത് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാനും വിചാരിച്ചിരുന്നത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതിനകത്ത് തന്നെ സബ് ഡിവിഷൻ ഓഫീസുണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സബ് ഡിവിഷൻ ഓഫീസുണ്ട്. ഇത് പഴയ ഒരു വെള്ളം പോകുന്ന സ്പിൽവേ ആണ്. അതിപ്പോൾ എന്തായിരുന്നാലും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു പാലമുണ്ട്. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരമുണ്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇടയ്ക്ക് ഇരുന്ന് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കോൺക്രീറ്റിൽ അവർ ഇരിപ്പിടങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വരുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്ത് അവർക്ക് മുകളിൽ, അതായത് ഡാമിൻ്റെ മുകളിലോട്ട് എത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ഡാമിൻ്റെ താഴെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഈ ലൈൻ വഴി 66 kV കൺവെർട്ട് ചെയ്ത് സബ് ഡിവിഷനിലോട്ട് ഇവിടുന്ന് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്, കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ആരോഗ്യമുള്ളവർ മാത്രം വരിക. വയസ്സായവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴെ ഇരുത്തിയതിന് ശേഷം ആരോഗ്യമുള്ളവർ പോയി മുകളിൽ കണ്ടിട്ട് വരിക എന്നുള്ളൊരു പദ്ധതി മാത്രമേ നടക്കുകയുള്ളൂ. കാരണം 2-3 സ്റ്റെപ്പൊന്നുമല്ല, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം, നല്ല ഊപ്പാട് വരും മുകളിലെത്തുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളെല്ലാം കയറി മുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇതാണ്. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറിയത് അല്ലെങ്കിൽ മുതലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും കിഡിലനായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഡാമിൻ്റെ നമുക്ക് മുകളിലത്തെ സ്കൈ, അതുപോലെ തന്നെ നമുക്ക് താഴെ നമുക്ക് ഡാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്രയും ശാന്തമായിട്ടാണ് ഡാം കിടക്കുന്നത്. അത്രയും വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റിൻ്റെ ഓരോ പാർട്ടാണ്. അതായത് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷൻ്റെ പാർട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡാം തുറന്നു വിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത് ഇതുവഴിയാണ്.
ഇതാണ് ഡാം. ശരിക്കുള്ള വെള്ളം റിസർവോയർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. പിന്നെ ഇത് എക്സിറ്റിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ 2 പർപ്പസ് ഉണ്ട് ഈ ഡാമിന്. ഒന്ന് ഇറിഗേഷൻ പർപ്പസാണ്, അത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ത്തിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണ് പേര്. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമാണ്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം ഈ ഇറിഗേഷൻ പർപ്പസിനായിട്ട് പോകുന്ന വെള്ളത്തിൽ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇത് ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വെള്ളമായിട്ട് അവർ മാറ്റുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് ഈ ഡാമിൻ്റെ അടിയിൽ കൂടെ അവരൊരു പെൻ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ആ പെൻ സ്റ്റോക്കിനകത്തൂടെ വെള്ളം വന്നതിന് ശേഷം ടർബൈൻ കറക്കും. ആ ടർബൈൻ കറക്കിയിട്ട് അതിനകത്ത് നിന്നാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഇലക്ട്രിസിറ്റി ഇവർ ഇവിടെ നിന്ന് ട്രാൻസ്ഫോമർ വെച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് 66 കിലോ വാട്ടുള്ള വൈദ്യുതിയായിട്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം സബ് ഡിവിഷനിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. ബാക്കി വരുന്ന വെള്ളം ആ ഇറിഗേഷൻ പർപ്പസിനോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ കൂടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് ഒറ്റ ഇറിഗേഷൻ പർപ്പസിനായിട്ട് പോകുന്ന വെള്ളത്തിൻ്റെ കൂടെ ചെന്ന് ചേരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡാമിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് ഒരുപാട് ഹിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ കൊളത്തൂർ പുഴ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ബാക്ക് സൈഡിലായിട്ട് വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് കാണാൻ പറ്റും, ദൂരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ ഡിവിഷനാണ്. പലതരം, ഇപ്പോൾ തെന്മല ആയിരുന്നാലും ഫോറസ്റ്റിൻ്റെ ആണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലോട്ടാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചെന്ന് ചേരുന്നത്. അപ്പം ഇതെല്ലാം ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്ക് വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ടൂറിസം സ്പോട്ട് പോലെ ആരും ഈ ഡാം കാണാൻ വരാറില്ല. പക്ഷേ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഡാമിലോട്ട് അങ്ങനെ അത്ര ഒരു തിരക്കില്ല. കാരണം ഇത് കുറച്ച് ഞാൻ ആദ്യമേ കാണിച്ചല്ലോ, അപ്പോൾ സ്റ്റെപ്സ് എല്ലാം കയറി വരുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതലും ഇങ്ങോട്ട് പ്രിഫർ ചെയ്യാത്തത്. ഞാൻ വന്ന സമയത്ത് വളരെ ആൾക്കാർ കുറവായിരുന്നു, ഒരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് വരാതിരിക്കാൻ നോക്കുക. ഒന്നുകിൽ രാവിലെ അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരാൻ നോക്കുക. ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ ബാഗിനകത്ത് വെച്ചേക്കാൻ നോക്കുക. കാരണം ബാഗൊക്കെ അലോ ചെയ്യുന്നുണ്ട്, അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഡാം എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ എക്സിറ്റിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇതിനകത്ത് തന്നെയാണത്. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള ചെറിയ നമുക്കിപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് പോലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം ഈ ഷോപ്പിലായിരുന്നാലും ഈ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കരമാണ്. കണ്ണു തപ്പണമെന്നുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും സാധനം അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അവർ ഇതുപോലെ വടിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അവിടെ തന്നെ. പിന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, അവിടെ എല്ലാം അവർ ചെറിയ ഗ്രില്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതകത്ത് കയറാതിരിക്കാനായിട്ട്. പിന്നെ വാങ്ങിക്കുന്ന സാധനമായിരുന്നാലും നമ്മളിപ്പോൾ വെള്ളം വാങ്ങിച്ചിരുന്നാലും നമ്മൾ ബാഗിലിട്ട് തന്നെ കൊണ്ടുപോകണം. കാരണം കയ്യിലിരിക്കണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പറിക്കും. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത്. ഇത് ഡാം മാത്രമാണ്, തെന്മല ഡാം മാത്രമാണ് ഞാൻ എടുത്തത്. അടുത്ത് തന്നെ തെന്മല എക്കോ ടൂറിസം ഉണ്ട്, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പം ഈ ഡാം കാണണമെന്നുള്ളവർ ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിക്ക് വരിക. കഴിവതും വർക്കിംഗ് ഡേയ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് റഷ് ഇല്ലാതെ നമുക്ക് കുറച്ച് ആസ്വദിച്ച് കാണാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്കും രാവിലെയോ അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടോ വരിക. വരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കയ്യിൽ വയ്ക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.